ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയ നടി ഹണി റോസ് നിരന്തരമായി മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ പൊതുബോധം സൃഷ്ടിക്കാനും ആക്രമിക്കാനും ശ്രമിച്ചു. രാഹുൽ ഈശ്വർ തന്റെ മൗലികാവകാശങ്ങളിലേക്ക് കടന്നു കയറി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് ഹണി റോസിന്റെ പരാതിയിൽ പറയുന്നത്. രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നുവെന്നും ഹണി റോസ് പറയുന്നു. അമൽ തേരമ്പറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, ഈ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എന്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്തു രാഹുൽ ഈശ്വർ എന്നുള്ളതാണ് ഹണി റോസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്. ഈ പരാതിയിൽ പറയുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? മധു, ഈ പരാതി നൽകിയതിനു ശേഷം, ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിനു ശേഷം ആ പരാതിക്കാരിക്കെതിരെ ഒരു പൊതുവികാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ രാഹുൽ ഈശ്വർ മുഖ്യ പങ്ക് വഹിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. രാഹുൽ ഈശ്വർ തനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിക്കാനായി വ്യാപകമായ പ്രചരണങ്ങൾ നടത്തി. പല മാധ്യമങ്ങളിലായി പോയിരുന്നുകൊണ്ട് തനിക്കെതിരെ തുടർച്ചയായി അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. താൻ പരാതി കൊടുത്തതെന്തോ മഹാസംഭവമാണ്, അല്ലെങ്കിൽ അതെന്തോ തെറ്റായി പോയി എന്നുള്ള തരത്തിലായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രചരണങ്ങൾ എന്നുള്ളതാണ് ഈ പരാതിയിൽ പറഞ്ഞു വെക്കുന്നത്. ഓർഗനൈസ്ഡ് ക്രൈം എന്നുള്ളതാണ് ഇതിനെ ഹണി റോസ് വിശേഷിപ്പിക്കുന്നത്. തനിക്കും തന്റെ കുടുംബത്തിനും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. തന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ പരുവത്തിനുള്ള നീക്കങ്ങളാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതെല്ലാം സമയത്ത് ഇത്തരത്തിലുള്ള പരാതിയുമായി സ്ത്രീകൾ രംഗത്തെത്തുന്നോ ആ സമയത്തെല്ലാം രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും പരാതിക്കാർക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിനായുള്ള നീക്കം ഉണ്ടാകാറുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഹണി റോസ് ഈ പരാതിയിൽ. അതിനാൽ തന്നെ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഹണി റോസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ മാധ്യമങ്ങളിലായി വന്നിരുന്നുകൊണ്ട് ഈ പരാതിക്കാരിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ അടക്കം പരാമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ പങ്കെടുക്കുന്ന പരിപാടികളിലെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട്, അവരുടെ വസ്ത്രധാരണത്തെ പറ്റി പറഞ്ഞുകൊണ്ടെല്ലാം വിമർശനം ഉന്നയിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ ചെയ്തത്. അത് തനിക്ക് മുന്നോട്ട് പോകുന്ന കടുത്ത ഭാഷയിലുള്ള വിമർശനമാണല്ലോ. അതായത് ഈ കോടതിയിലിരിക്കുന്ന കേസിലെ പ്രധാന പരാതിക്കാരിയായ എന്നെ വലിയ മാനസിക വ്യഥയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ കുറിപ്പ് അവസാനിക്കുന്നത് രാഹുലിന് മാപ്പില്ല, രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് താനും തന്റെ കുടുംബവും എന്നാണ് അതിനു താഴെ അവർ കുറിക്കുന്നത്. അതെ, അങ്ങനെ തന്നെയാണ്. അതായത് ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പ്രത്യേകിച്ചും ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള ഒരു പരാതിക്ക് ശേഷം അതിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടിയുണ്ടായി, റിമാൻഡ് ചെയ്തു, ഇപ്പോൾ ജയിലിലാണ്. ഹൈക്കോടതിയിൽ പോയി, പക്ഷേ രക്ഷയുണ്ടായില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു കേസ്, ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഹണി റോസിനെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ നിയമ സംവിധാനം നടപടിയെടുത്ത ഒരാൾക്ക് വേണ്ടി ഹണി റോസിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ രാഹുൽ ഈശ്വർ നടത്തുന്ന പരാമർശങ്ങൾ, മാധ്യമങ്ങളിൽ നടത്തുന്ന പരാമർശങ്ങളുടെയൊക്കെ താഴെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നടത്തുന്ന പരാമർശങ്ങളുടെയൊക്കെ താഴെ ഈ രാഹുൽ ഈശ്വറിന്റെ അതേ മനോഭാവമുള്ള ആളുകൾ തുടർച്ചയായി വന്ന് അവർ ഒരു വെട്ടുകിളിക്കൂട്ടത്തെ പോലെ ഹണി റോസിനെ വീണ്ടും ആക്രമിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. അത് അവരുടെ വസ്ത്രധാരണമടക്കം അവരുടെ മൗലികാവകാശങ്ങളിലേക്ക് കടന്നു കയറിയുള്ള അതിക്രമമാണ് നടക്കുന്നത് എന്നുള്ളത് ഈ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും മറ്റും, അല്ലെങ്കിൽ പരാമർശങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് തന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ തരത്തിലുള്ള ഒരു നടപടിയാണ് എന്നുള്ളതാണ് ഹണി റോസ് പറഞ്ഞു വെക്കുന്നത്. നിലവിൽ എന്തായാലും ഈ പറയുന്ന രാഹുൽ ശേഷവും നിയമ നടപടിക്ക് ശേഷവും ഉപദേശ രൂപേണയാണെങ്കിലും ഹണി റോസിനെതിരെ മറ്റൊരു രീതി അവലംബിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചീത്ത വിളിക്കാൻ പറ്റില്ലല്ലോ, പോലീസ് എടുത്തോണ്ട് പോകുമല്ലോ. അപ്പോൾ മറ്റൊരു രീതി അവലംബിച്ച് അങ്ങ് ഉപദേശിച്ച് നന്നാക്കി കളയാമെന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് കൂടിയുള്ളൊരു മുന്നറിയിപ്പ്. തീർച്ചയായും വളരെ ശക്തമായ നിലയിൽ പോലീസ് ഈ വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നാണ്. ഇനിയിപ്പോൾ ഇങ്ങനൊരു പരാതി കിട്ടിയ സ്ഥിതിക്ക് പോലീസ് എന്ത് നടപടികളിലേക്കാണ് ഉടനടി പോവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ചും ബോബി ചെമ്മണ്ണൂർ അകത്താണ്. ഇത്തരം ഓരോ നടപടിയും ഫേസ്ബുക്കിൻ്റെ അടക്കം വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ പ്രയോഗങ്ങൾ നടത്തുന്നവർക്കെതിരായ നടപടി കടുപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇതിപ്പോൾ പേര് പറഞ്ഞ് തന്നെ ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകുമ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ചർച്ചകളിലെ രാഹുൽ ഈശ്വറിൻ്റെ പരാമർശങ്ങളൊക്കെയാണ് അതിന് കാരണമായി വരുന്നത്. ഇപ്പോൾ പൊതുബോധം സൃഷ്ടിക്കുക എന്ന് ഹണി റോസിൻ്റെ പരാതി ഒരു പരിധിവരെ ശരിയാണ്. കാരണം രാഹുൽ ഈശ്വറിൻ്റെ ഈ പരാമർശങ്ങളുടെ അടിയിൽ കൂടുതൽ പേർ രാഹുൽ ഈശ്വറിന് പിന്തുണ അർപ്പിച്ച് കമൻ്റ് ഇടുന്ന സാഹചര്യമുണ്ട്. അതുതന്നെയാണ് ആ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഇതിനെ മാറ്റിക്കൊണ്ടു പോകാൻ കഴിയുന്നു, അത് വലിയ തോതിൽ തന്നെ ബാധിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഹണി റോസ് ഈ പരാതിയിൽ പങ്കുവയ്ക്കുന്നത്. അമലാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഈശ്വറും ഹണി റോസും നേരിട്ട് തമ്മിൽ ഒരു ഫേസ്ബുക്കിലൂടെയാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണെങ്കിലും രാഹുലിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഹണി ഒരു കുറിപ്പിടുന്നു. ഹണി റോസിനോട് നേരിട്ട് പറയാനുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഒരു വീഡിയോ പിന്നീട് അതിന് പിന്നാലെ ഇടുന്നു. അതിനുശേഷം ഇരുവരും സൈബർ ഇടങ്ങളിലൂടെ ഉണ്ടാകുന്ന ഒരു പോരിന് ഒരു നിയമ ഇതുകൂടി വരികയാണ്. കോടതിയിലേക്ക് പോവുകയാണ് ഹണി റോസ്. എന്തായാലും കേസ് ഫയൽ ചെയ്യുകയും ചെയ്യും.